പ്രശാന്ത് സർ, നമുക്കറിയാം സാമ്പത്തിക വെല്ലുവിളികളുമായി മല്ലിടുകയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. അവർക്കകത്തുള്ള ആഭ്യന്തര കലാപങ്ങൾ അതിരൂക്ഷമാണ്. അതിനു പുറമെ അവർ ഇന്ത്യയോട് എന്താ പറയാ ഇരുന്ന് വാങ്ങുന്ന പണികൾ വേറെയും. അതിനൊപ്പം അതിർത്തിയിൽ ഈ അരക്കൻ ആർമി ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയുമല്ല. ഇപ്പോൾ ഇതാ അരക്കൻ ആർമി ഒന്നുകൂടെ പിടിമുറുക്കുകയാണോ എന്ന് തോന്നുന്നു. മുഹമ്മദ് യൂനസ് അരക്കൻ ആർമിക്കെതിരായി പലവിധ പ്ലാനുകൾ കൊണ്ടുവന്നു, എല്ലാം ചീറ്റിപ്പോയ ഒരു അവസ്ഥയുണ്ടായി. അരക്കൻ ആർമിക്ക് വേണ്ടിയാണോ എന്നറിയില്ല, അമേരിക്കയിൽ നിന്ന് യുദ്ധോപകരണങ്ങളുമായി ഒരു വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിമാനം എത്തുന്നു എന്നൊക്കെയുള്ള തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. ഈ വാർത്ത എത്രത്തോളം ശരിയാണ്? ബംഗ്ലാദേശിന്റെ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു നീക്കം അരക്കൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവരതിനെ എങ്ങനെ നേരിടും? അമേരിക്കയുടെ ഒരു വലിയ വിമാനത്തിൽ ബംഗ്ലാദേശിൽ നിറയെ ആയുധങ്ങളുമായിട്ട് അമേരിക്കൻ വിമാനം എത്തിയിട്ടുണ്ട്. ചരക്ക് വിമാനമാണ്. അപ്പൊ വിമാനം എത്തി, ആയുധം എത്തി എന്നുള്ള കാര്യം ശരിയാണ്. അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അരക്കൻ ആർമിക്കുള്ള ആയുധമാണെന്നാണ് ഇപ്പൊ വരുന്ന വാർത്ത. അതിനകത്ത് ഈ പറയുന്ന അമേരിക്കയുടെ ലോജിസ്റ്റിക് തലവനും ഏതാണ്ട് 4 പേരും ഇതിനോടനുബന്ധിച്ച് ബംഗ്ലാദേശിൽ വന്നിട്ടുമുണ്ട്. ഇപ്പം ബംഗ്ലാദേശിന്റെ വിഷയം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കരമാർഗമുള്ള ഇങ്ങോട്ടുള്ള ഇറക്കുമതികൾ ഒക്കെ നിർത്തിയിട്ടുണ്ട്. അത് ബംഗ്ലാദേശിന് വലിയ നഷ്ടം ഉണ്ടാക്കി. തുണിയുടെ ഇറക്കുമതി, മറ്റ് ചില ഇറക്കുമതികളൊക്കെ ഉണ്ടായിരുന്നു. അത് നേരത്തെ കരമാർഗമൊക്കെ ഈ കരമാർഗമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡൽഹി മുഖേനയും പശ്ചിമ ബംഗാൾ മുഖേനയും വ്യോമമാർഗം മാത്രമേ എടുത്തു. അപ്പൊ അതിനകത്ത് ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ട്, ചെലവുകൾ കൂടുതലുണ്ട്, അവർക്ക് നഷ്ടങ്ങൾ കൂടുതലുണ്ട്. എന്ത് നഷ്ടം വന്നാലും ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറുന്നു. ഓരോ ദിവസവും അടിക്കടി വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾക്കെതിരെ ശത്രുതയുമായിട്ട് നിൽക്കുന്ന പാകിസ്ഥാന്റെ അതേ സ്വഭാവത്തിൽ ഒരുപക്ഷെ അതിനെക്കാട്ടി വലിയ വലുപ്പത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ മാനസികാവസ്ഥയുള്ള രാജ്യം, പക്ഷെ ശേഷിയില്ല. അപ്പം ശേഷി ഉണ്ടായാൽ, അതിനൊരു സഹായം കിട്ടിയാൽ ഇന്ത്യക്കെതിരെ അടിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള രാജ്യമാണ്. അതിന്റെയാണ് ഇപ്പം ഈ ചിക്കൻ നെക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ സ്ഥലത്ത് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ പശ്ചിമ ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വിമാനത്താവളം നേരത്തെ ഈ പഴയ പൊളിഞ്ഞു കിടന്ന, എനിക്ക് 2ാം ലോക മഹായുദ്ധ കാലത്താണ് പൊളിഞ്ഞു കിടന്ന വിമാനത്താവളം, അത് പണിയുന്നതിന് വേണ്ടി ഈ പറയുന്ന യൂനസ് അവിടെ പോയി സംസാരിക്കുകയും അതിന് ചൈനയ്ക്ക് അനുമതി കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള ഒരു നീക്കങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ സമയത്താണ് ഈ പറയുന്നത് പോലെ അരക്കൻ ആർമി എന്ന് പറഞ്ഞാൽ മ്യാൻമറിന്റെ രാഖ്വിൻ പ്രദേശമൊക്കെ അവരുടെ പ്രദേശമൊക്കെ അവർ നേരത്തെ കൈയടക്കി വെച്ചിരിക്കുന്നു. ഏകദേശം ആ ഒരു ഭൂപ്രദേശം മുക്കാലും അവരുടെ ഭാഗമായിട്ട് നിൽക്കും. ഈ മ്യാൻമറിന്റെ ഔദ്യോഗിക ഭാഗത്തിന്റെ കൂടെ നിൽക്കുന്നത് ചൈനയാണ്. അപ്പം അതിനകത്ത് ചൈനയുടെ ആ ഔദ്യോഗിക ഭാഗത്തിന്റെ, അല്ലെങ്കിൽ അവരെ മറികടന്ന് അവരെ, അല്ലെങ്കിൽ ബോർഡറിൽ അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുന്നത് ഇപ്പം അരക്കൻ ആർമിയാണ്. അപ്പം ഈ അരക്കൻ ആർമിയുടെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ ഈ അരക്കൻ ആർമി വലിയൊരു സൈന്യമായിട്ട് മാറിയിരിക്കുകയാണ്. 82,000-ഓളം സൈനിക അല്ലെങ്കിൽ ആൾബലം ഇപ്പൊ തന്നെ അവരുടെ റിപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല വളരെ വലിയ യുദ്ധശേഷിയുണ്ട്, വളരെ വലിയ ആയുധങ്ങളുണ്ട്. അപ്പൊ ആയുധങ്ങൾ നേരത്തെ പല ലോകരാജ്യങ്ങളുടെയും ഏറ്റവും ആധുനികമായിട്ടുള്ള തോക്കുകളും ആയുധങ്ങളും ഒക്കെയാണ് ഇവർ കൈകാര്യം ചെയ്തത്. അപ്പൊ ആരാണ് ഇവരുടെ കസ്റ്റഡി? ആദ്യമൊക്കെ അമേരിക്കയായിരുന്നു പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഒരുപക്ഷെ ഈ ഇന്ത്യൻ പട്ടാളമാണെന്ന് പറയുന്നു. നമ്മൾ പരിശീലനം കൊടുക്കുന്നു പറഞ്ഞു. എന്തായാലും വളരെ ഒരു രാജ്യത്തിന്റെ സൈനികരെക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സൈനികരാണ്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിന്റെ വിഭജനത്തിന് ശേഷം യൂനസ് ഏറ്റവും കൂടുതലായിട്ട് ന്യൂനപക്ഷ വേട്ട, അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും ബുദ്ധിസ്റ്റുകളും ആണല്ലോ. ഈ അരക്കൻ ആർമി വന്നതിന് ശേഷം ആ ഗവൺമെന്റിന്റെ അടുത്ത് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, ഇനിയും ന്യൂനപക്ഷങ്ങളെ, ബുദ്ധിസ്റ്റുകളെ അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഒരവസ്ഥ വന്നാൽ പെരുമാറും. അതുപോലെ ഈ ബംഗ്ലാദേശിനകത്ത് ബംഗ്ലാദേശിനോട് ഈ ചൈനയും ഒരുപക്ഷെ അമേരിക്കയും ഒക്കെ വളരെ കാലം മുമ്പ് ഈ അമേരിക്കൻ ഗവൺമെന്റിന് ബംഗ്ലാദേശിനോട് ഉണ്ടായിട്ടുള്ള അതൃപ്തിക്ക് കാരണമായിട്ടിരിക്കുന്നത് പറഞ്ഞാൽ അവിടുത്തെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. എനിക്ക് സെന്റ് മാർട്ടിൻസ് ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപ്. ഈ ദ്വീപിന് വേണ്ടി, അവിടെ ഒരു ബേസിന് വേണ്ടി അമേരിക്ക വളരെ കാലം കൊണ്ട് ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചൈനയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യ അതിനകത്ത് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവം വരുന്ന ഒരു അവസ്ഥയില്ല. അപ്പം ആ പണ്ടയ്ക്ക് താല്പര്യമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഭരണം മാറിയിട്ട് ഈ പറയുന്നത് പോലെ ആ സെന്റ് മാർട്ടിൻസ് ദ്വീപ്, അതിനോടനുബന്ധിച്ച് നമുക്കൊരു പോർട്ടുണ്ട്. അപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോർട്ടാണ്. അവിടെയാണ് നമ്മൾ ഈ
പ്രശ്നമുണ്ടായതിനു ശേഷം നമ്മുടെ യുദ്ധക്കപ്പലുകളൊക്കെ നമ്മളവിടെ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ പോർട്ട് ആയതുകൊണ്ട് നമുക്ക് ആ പോർട്ടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണല്ലോ. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഈ പറയുന്ന ദ്വീപ് ഏതെങ്കിലും ഈ പ്രശ്നമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആർക്കും കടന്നു കയറാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ബംഗ്ലാദേശ് ആയതുകൊണ്ട് ദ്വീപ് ആരെയും അല്ലെങ്കിൽ ആരെയും കൈക്കലാക്കിയാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാണ്. അവിടെ ഒരു വേറൊരു രാജ്യം, ചൈന പോലൊരു രാജ്യം, നമ്മുടെ പാകിസ്ഥാന്റെ കൂട്ടു ശത്രു രാജ്യം അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ നമ്മളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ആക്സസ് ഉള്ള ദ്വീപാണ്. അപ്പൊ അതിനകത്തെല്ലാം നമുക്ക് റിസ്ക് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ദ്വീപ് ഈ കയ്യേറ്റത്തിന്റെ കൂടുതൽ മ്യാൻമറിന്റെ പല ഭാഗങ്ങളിലും അവരുടെ കയ്യേറിയതിന്റെ കൂട്ടത്തിൽ ബംഗ്ലാദേശിന്റെ വളരെ അതിർത്തി ഭാഗങ്ങൾ വളരെ കൂടുതലായിട്ട് ഈ പറയുന്ന അരക്കൻ ആർമിയുടെ കയ്യിലായി. അതിന്റെ കൂടി സെന്റ് മാർട്ടിൻസ് ദ്വീപ് അവരുടെ കയ്യിലായി. ആ ദ്വീപ് നമുക്ക് വേണമെങ്കിൽ തരാമെന്നുള്ള രീതിയിൽ അന്ന് സംസാരിച്ചു എന്നൊക്കെ ഉള്ള രീതി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തരുന്നതിന് വേണ്ടി അരക്കൻ ആർമിക്ക് താല്പര്യമാണ്. ഈ അല്ലെങ്കിൽ ബംഗ്ലാദേശിനകത്ത് ആകപ്പാടെ വിഷയമാണ്. ഈ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ കിഴക്ക് സംസ്ഥാനങ്ങളിലൊക്കെ അറിയാമല്ലോ, ആകപ്പാടെ കലുഷിതമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരു ചെറിയ തീപ്പൊരി അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടായാൽ തന്നെ അതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒക്കെ നിൽക്കുമ്പോൾ അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം ബംഗ്ലാദേശിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ബംഗ്ലാദേശിനകത്ത് കയറി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സായുധ സംഘം എന്ന് പറയുന്ന അരക്കൻ ആർമിയാണ്. അവർക്ക് അതിനുള്ള കായിക ശേഷിയുമുണ്ട്. അപ്പൊ അതിന് പണ്ട് പറഞ്ഞിരിക്കുന്നു ഇവരുടെ കസ്റ്റോഡിയൻ അമേരിക്കയാണ്. അതിനുശേഷം ഇന്ത്യയാണ് ഇവരുടെ ഭാഗമായിട്ട്. ഇന്ത്യയാണ് ഇവരെ പരിശീലിപ്പിക്കുക, ഇന്ത്യയാണ് ഇവർക്ക് ആയുധം കൊടുക്കുന്നത്, ഇന്ത്യയോടാണ് അവർ ഏറ്റവും കൂടുതൽ ചേർന്ന് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഏതായാലും ഇപ്പം ആയുധം വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള വിമാനത്തിലാണ്, വലിയ വലുപ്പത്തിൽ അല്ലെങ്കിൽ ചരക്ക് വിമാനത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ഡ്രോണുകളും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളും ഒക്കെയാണ്. ഇതുപോലുള്ള പട്ടാളക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ മിസൈലുകളും ഡ്രോണുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് ആവശ്യമുള്ള, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ അവർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവരുടെ ആവശ്യമുള്ള ആയുധങ്ങളായിരിക്കും. ആയുധങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്ലാൻ? നേരത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ബംഗ്ലാദേശിനകത്ത് ഈ ഇപ്പൊ പറഞ്ഞ ട്രംപിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ബൈഡൻ ഇരുന്നപ്പോൾ ന്യൂനപക്ഷ വേട്ടയും അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ഭരണത്തിന് അനുകൂലമായിട്ടുള്ള നീക്കമായിരുന്നു. അതിനുശേഷം ട്രംപ് വന്നപ്പോൾ പൂർണ്ണമായിട്ടും സഹായങ്ങളൊക്കെ നിർത്തിയിട്ട് ബംഗ്ലാദേശിനെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ. അതായത് അവർക്ക് സഹായം ഒന്നും ചെയ്തു കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു അമേരിക്കൻ ഭരണകൂടമായിട്ടാണ് ട്രംപ് വന്നിരുന്നത്. ഇതുവരെ നമുക്ക് അത്തരത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ നീക്കവും അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നീക്കം ആയിരിക്കത്തില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും ബംഗ്ലാദേശിൽ അമേരിക്ക അരക്കൻ ആർമിക്ക് ഒരു വിമാനം നിറയെ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നുള്ള സ്ഥിരീകരണമാണ് വെളിയിൽ വരുന്നത്. എന്തായാലും അരക്കൻ ആർമിയുടെ കയ്യിൽ അമേരിക്കയിൽ നിന്നുള്ള യുദ്ധോപകരണങ്ങൾ എത്തുമ്പോൾ ബംഗ്ലാദേശിന് അത് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം ബംഗ്ലാദേശിനെതിരായ യുദ്ധം അരക്കൻ ആർമി ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് എന്ന് വേണം ഈ നീക്കത്തിലൂടെ കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.